എൻ്റെയും ഐശ്വര്യയുടെയും ലവ് സ്റ്റോറി പറയുന്നുണ്ടെങ്കിൽ ഒരു 3 കൊല്ലത്തെ കഥ പറയേണ്ടി വരും. അതെങ്ങനെ പറയണമെന്നാണ് എനിക്ക് സംശയം. എനിക്ക് ഐശ്വര്യനെ പരിചയപ്പെടുത്തി തന്നത് രാഹുൽ എന്നൊരു ഫ്രണ്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് ഞങ്ങൾ ഇനീഷ്യൽ കോൺടാക്ട്. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും, മെസ്സേജ് അയക്കും, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ബേസിക് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നോർമൽ കാഷ്വൽ ടോക്സ് ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ ബർത്ത്ഡേ 2021 എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് പിറ്റേ ദിവസമായപ്പോൾ എൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടൊരു സ്റ്റോറി ഇട്ടപ്പോഴാണ് എനിക്കതൊരു പോസിറ്റീവ് സൈനായിട്ട് തോന്നിയിട്ടാണ് പിന്നെയാണ് ഞാൻ കുറച്ചുകൂടി എഫേർട്ട് അതിനകത്ത് ഐശ്വര്യമായിട്ട് സംസാരിക്കാനിട്ടത്. അപ്പൊ മനസ്സിലായി എന്തോ എവിടെയോ ഒരു തകരാറുണ്ട്. അപ്പോഴും ഞാനിങ്ങനെ ഞാൻ കല്യാണം കഴിക്കില്ല, എനിക്ക് കല്യാണമേ വേണ്ട, വേണ്ട 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 കല്യാണം വേണ്ട വേണ്ട എന്നുള്ള ഒരു തോട്ടിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആരടിയുള്ള സഹിക്കാൻ പറഞ്ഞ ആലോചിച്ചാലോചിച്ചാണ് പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഒരാൾ. അതെന്താണെന്നറിയോ, ഞാൻ എനിക്ക് കയറാനുള്ള ഞാൻ കയറി, എനിക്ക് കയറാനല്ലോ. നല്ല വിഷമമുണ്ടല്ല, കൂടി ക്ലാസ് മാറ്റി കണ്ണീര് തുടച്ചാൽ she knows exactly what she want on her wedding. അപ്പോൾ അവള് ഭംഗിയായിട്ട് പ്ലാൻ ചെയ്ത് ലൈക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഓരോ കാര്യം പ്ലാൻ ചെയ്ത് ഓരോന്നൊക്കെ ചെയ്ത് അവളുടെ എഫേർട്ട് ഇടുന്ന കാണുമ്പോൾ ഞങ്ങൾ തന്നെ പലപ്പോഴും ഭയങ്കര ഇതായിട്ട് നിന്നിട്ടുണ്ട്. നടന്നാള് ഒരു സുപ്രഭാതത്തില് അങ്ങനെ അത് നടപടിയാവില്ല. ഞാൻ നേരത്തെ ശരത്തിനെ കണ്ടിട്ടുമില്ല. പുള്ളിന്റെ ഫാമിലി ഒന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ വേണ്ട, ഞാൻ പിറ്റേ ദിവസം വിളിച്ചിട്ട് അതെ നമ്മളെന്താണ്, ഇതെങ്ങനെയാണ്, ഇത് ശരിയാവില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് ശരത്താകെ ഡസ്പായി. അത് കഴിഞ്ഞിട്ട് ഞാനും ഡസ്പായി, കാരണം ആ ഒരു ബോണ്ട് ഞങ്ങൾ തമ്മിലുള്ളത് ഇതായി. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് മനസ്സിലായി ഒരു സിറ്റുവേഷൻ കഴിഞ്ഞപ്പോൾ. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ സംസാരിച്ചില്ല. ആ സംസാരിക്കാത്ത ദിവസമാണ് ആ ദിവസങ്ങളാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ എന്തോരം അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു മിസ്സിങ് പീസായിരുന്നു സത്യം പറഞ്ഞ ശരത്ത്. Sing cheda.
അറിയില്ലായിരുന്നു ഞങ്ങൾ ഇത്രയും ക്ലോസ് ആകും എന്നുള്ളത്. ഞങ്ങൾ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെക്കാട്ടിലും ഇവർ ലൈക്ക് എ ഫാമിലി, റൈറ്റ്? ഈ ഒരു കല്യാണം കഴിഞ്ഞാലും അതുപോലെ തന്നെ ശരത് ഇസ് വെരി ലക്കി ടു ഹാവ് ഐഷു. ഒരു കാര്യം പറഞ്ഞു, ഞാനൊരു പാലം പണിയാം, ആ പാലം പണിത് ആ പാലത്തിൻ്റെ അപ്പുറം നീ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീ എൻ്റെ കൂടെ ആയിരിക്കും, പിന്നെ നിനക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. പക്ഷേ ഈ പാലം കിടക്കണം നിൻ്റെ ഇഷ്ടമാണ്, ഐ വിൽ നോട്ട് ഫോഴ്സ് യു ടു ഡു ദാറ്റ്. പക്ഷെ ആ പാലം നടന്നു നീ ഇപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്തായിരിക്കും. അപ്പം ഞാനിങ്ങനെ ഡൗട്ട്ഫുള്ള് പോണോ വേണ്ടയോ, എങ്ങനെയോ എപ്പോഴും ആ പാലം കടന്നു. എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ പാലം കടന്നു പകുതി എത്തി നിൽക്കുവാണ്, പിന്നെ തിരിച്ചു പോകണോ അതോ മുന്നോട്ട് നടക്കണോ എന്ന് എനിക്കറിയത്തില്ല. ഫൈനലി ദ ഡേ വന്നു, കല്യാണമാണ് ഓഗസ്റ്റ് 20-ാം. കുറേ പ്ലാനിങ്ങും കുറേ കൺഫ്യൂഷൻസും കുറേ അധികം കാര്യങ്ങളായിരുന്നു. ഞാനതിന് ആക്ച്വലി കൂടുതൽ അയ്യോ അത് ചെയ്തില്ല മറ്റേത് ശരത് സ്കൂൾ അത് ശരിയാവും അത് നമുക്ക് ഡീൽ ചെയ്യാന്നുള്ള ഞാൻ നേരെ തിരിച്ചായിരുന്നു. ആ ഡേ വന്നിരിക്കുകയാണ്, ഭയങ്കര ഹാപ്പിയാണ്, ലൈക്ക് എല്ലാം സെറ്റായി എന്നുള്ളൊരു ഇതുണ്ട്. ഇനി അവിടെ ചെന്ന് താലി കെട്ടണം, അതാണ് അടുത്ത. വരും നമുക്ക് പോവാം, ബ്ലോക്ക് ഉണ്ട്, വരും ചേട്ടാ പോണം. She's of course very pretty, which everybody knows, but apart from that, she's a very bubbly, vivacious, jovial, just brings life to the room that she is in. It's amazing to know her personally, and it's wonderful to know that she's getting married to the love of her life. இது அந்தி பாகமா யுக நீளகாவனமா ஒளி நேர யோகமா சகி. രാഹുലില്ലായിരുന്നു ഞാൻ ഒരിക്കലും അവിടെ പരിചയപ്പെടില്ലായിരുന്നു, ഒരിക്കലും കാണില്ലായിരുന്നു, ഒരിക്കലും ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. സോ ദിസ് ഈസ് എ സ്റ്റോറി. യാ, താങ്ക് യു. All the best, Aishwarya and Sharad. അപ്പൊ ഐശുവിനും ശരത്തിനും ഞങ്ങളുടെ വക ഹാപ്പി മാരീഡ് ലൈഫ്. tak din tak din tak it tak it tu tak it tu tak din tak din tak it tu tak it din tak din tak it tu tak din tak tak it
ആരെങ്കിലും ഓക്കെ